ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നേ ദിവസം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഒരു ലഡുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കുറേ സാധനങ്ങളുണ്ട്. നട്ട്സ്, ബദാം, കിസ്മിസ്, പൊരികടല, പിസ്റ്റാച്ചിയോ, അതിൻ്റെ കൂടെ ചെറിയ മണാഗുണായൊക്കെ ഒന്ന് രണ്ട് വിത്തുകളൊക്കെ, അതായത് മത്തങ്ങയുടെ കുരു, പിന്നെ ബദാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പാളിച്ചെടുത്തൊരു ബ്ലേഡ് കൊണ്ട് മുറിച്ച പോലെ ഒരു ഒന്ന് രണ്ട് കഷ്ണമുള്ളതൊക്കെ. പിസ്റ്റാച്ചിയോയാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പം ഇത് ഈന്തപ്പഴം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് എള്ളല്ല, ഇത് മത്തക്കുരുവാണ്. നമ്മുടെ മത്തങ്ങയുടെ കുരു എടുത്ത് നല്ല വിളഞ്ഞതായിരിക്കണം. കഴുകി അമാന്നിന്നൊക്കെ മാറ്റി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താൽ ഇത് നമുക്കുണ്ടാക്കാം. നല്ല ചുമ്മാ തിന്നുകൊണ്ടിരിക്കാതെ ഒന്ന് വറുത്തേച്ചാണേലും. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇനി വെളുത്ത എള്ളോ കറുത്ത എള്ളോ വേണം. നിർബന്ധമില്ല, ഇട്ടാൽ നല്ലത്. വെളുത്ത എള്ള് ഇവിടെ പതിവില്ല. ഇനി ഈ പോപ്പി സീഡ്സ് എന്ന് പറയുന്ന നമ്മുടെ വെളുത്ത കശകശ, അതും ഇവിടെ ഇരിപ്പുണ്ട്. അതാണ് ഇത് പോപ്പി സീഡ്സ്. ഇത് നമുക്കറിയാം, കസ്കസ് എന്ന് നമ്മൾ പറയും. വീട്ടിൽ ഇറച്ചിക്കൊക്കെ ഈ കൊഴുപ്പ് കിട്ടാൻ കറിക്ക് ഇത് ശകലം ചേർക്കുക പതിവുണ്ട് പലരും. ഇതാണ് പോപ്പി സീഡ്സ് എന്ന വെളുത്ത കസ്കസ്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇതെല്ലാം കൂടെ ചേർത്തൊരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഒരു ഫ്രൂട്ടിൻ്റെ സകലമാന ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പഴമൊക്കെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയല്ലേ, ഉണക്കുന്ന മെഷീനിൽ വേണമെങ്കിലും നമുക്കിത് ഉണക്കാം. അന്നേരം ഉള്ള വേറൊരു ഗുണം, ഇതിനകത്തെ ഇൻഫ്രാറെഡ് മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. ചൂടിൻ്റെ വേവ്സ്, അതുകൊണ്ട് ചൂട് മാത്രം അടുപ്പിച്ച് ഉണങ്ങിയതാണിത്. അതുകൊണ്ട് അതിൻ്റെ കളറ് പോകില്ല. നമ്മൾ വാഴപ്പഴമൊക്കെ ഉണങ്ങിയാൽ അവസാനം അതിന് ഈന്തപ്പഴത്തിൻ്റെ കളറായിട്ടേ കിട്ടുകയുള്ളൂ. 1 ടീസ്പൂൺ നല്ല നെയ്യ് ഒഴിച്ചു. അതിലേക്ക് ആദ്യം നമുക്ക് ഈ ബദാം അങ്ങിടാം. ആൽമണ്ട്സ് എന്ന ബദാം. ഇതിനെല്ലാം ഒരുപാട് ഫൈബറും ആൻറ്റി ഓക്സിഡൻസും നാച്ചുറൽ ഷുഗറും ഒക്കെ കുറച്ച് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഷുഗർ ചേർത്ത് ഇതിനെ വഷളാക്കുന്നില്ല. നമ്മൾ ഒരുപാട് മൂപ്പിക്കണ്ട, ചെറുതായിട്ട്. നമുക്കറിയാം ഒരു ചെറിയ കളർ വ്യത്യാസം വരുമ്പോൾ നല്ല ക്രിസ്പിനെസ് കൊടുക്കാനാണ് ഇത് നമ്മൾ നെയ്യിൽ ഒന്ന് പതുക്കെ മൂപ്പിച്ചെടുക്കുന്നത്. ചെറുതായിട്ട് വറുത്താൽ മതി. ചെറിയ മണം ഓരോന്നിൻ്റെയും വരും, അത് മതി. അതിൻ്റെ അർത്ഥം ഇത് ക്രിസ്പ എന്നാണ്. കോരി വേഗം മാറ്റുക. അടുത്തത് ഏത് വേണേലും ഇടാം, ഇന്നത് ഇടണം ആദ്യം എന്നൊന്നുമില്ല. ഞാൻ പിസ്റ്റാച്ചിയോസാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അത് 2-3 കുഞ്ഞി സാധനങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. വാങ്ങിച്ചപ്പോഴേ അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇതിലുണ്ടെന്ന്. മത്തക്കുരു ഇതും അങ്ങനെ തന്നെ വളരെ കുഞ്ഞു തീയിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. തണുക്കുമ്പോൾ ശരിയാണ്. പിസ്റ്റാച്ചിയോസിൻ്റെ വറക്കൽ കഴിഞ്ഞു, അതെടുക്കാം. ഒന്നിരുന്ന് മൂത്ത് തണുക്കും. ഒന്നിച്ചാണ് എല്ലാം കേട്ടോ. ഒറ്റ പാത്രത്തിലേക്കാണ് ഈ വറുത്തതെല്ലാം ഇടുന്നത്. ഇതെന്താണെന്നറിയാമോ? ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും ടേസ്റ്റ് കുറഞ്ഞ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാ. ഇതിൻ്റെ പേര് വാൾനട്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുണ്ട്. കുറച്ചേ ഇട്ടാൽ മതി. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ മേടിക്കാനൊന്നും ഓടണ്ട. എടുത്തു. ഇനി നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇപ്പോൾ 2 ടീസ്പൂണേ ഉള്ള ആകെ. നട്ട്സും അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, പൊരികടലയും കൂടെ ചൂടാക്കി എടുക്കുക. ഇത് പൊരികടലയാണ്. നിറം കളയണ്ട നട്ട്സിൻ്റെ. നമ്മളുടെ പൊരികടലയും
നട്ട്സും ഇതിലോട്ട് തന്നെ ഇട്ടു. ഇനി കിസ്മിസ് ഒട്ടുമിക്കതും വീർത്തു. ഇനി ഇതും കൂടി ഞാൻ അങ്ങോട്ട് ഇടുകയാണ് ഒരുമിച്ച്. ഈന്തപ്പഴത്തിനുള്ള നെയ്യ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈന്തപ്പഴം അരിഞ്ഞു. ഒരു 20-25 ഈന്തപ്പഴമുണ്ട്. നല്ല ഇനം ഈന്തപ്പഴമാണ്. ഇതും കൂടി ചേർത്തേച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാതെ കുഴച്ച് പോലെ എടുക്കണം. ഈന്തപ്പഴം ഇച്ചിരി ഒന്ന് പതുപതുക്കും. അന്നേരം നമുക്കിങ്ങ് മാറ്റി തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ കൈ കൊണ്ട് ഇതുമായിട്ട് കുഴച്ച് ചേർക്കണം. ഈന്തപ്പഴം ആവി വന്നു, ചൂടായി, ഇച്ചിരി മയം വന്നു. ഞാൻ നിർത്തുകയാണേ. ഇത് ഈ വലിയ പിഞ്ഞാണത്തിലോട്ടിടുക തണുക്കാൻ. നമുക്ക് അടുത്തതായിട്ട് പംകിൻ സീഡ്സ് കണ്ടോ, ചെറി. ഇപ്പം തീയൊന്നുമില്ല, ഞാൻ വെറുതെ ആ ചൂട് ചീനച്ചട്ടിയിലോട്ടൊന്ന് ഇട്ടെന്നേ ഉള്ളൂ. കുറച്ച് മതി, ഒരു 2 സ്പൂൺ ഇട്ടു. ഇത് കശകശ പോപ്പി സീഡ്സ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കുകയുള്ളൂ. ഇത് കണ്ടോ, നല്ല ചൂടുണ്ട്. ഇനി അടുത്തത് എള്ള്. ഇവിടെ കൂടുതലും വെളുത്ത എള്ളല്ല പതിവ്. ഇവിടെ പായസത്തിലുമൊക്കെ ഇടാൻ വേണ്ടതുകൊണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ മേടിച്ചു വയ്ക്കുന്നത് കറുത്ത എള്ളാണ്. അതും കുറച്ച് മതി, അതൊന്നും പൊടിക്കണ്ട, വെറുതെ കിടന്നാൽ മതി. ഒരു 1.5 സ്പൂണേ ഞാൻ ഇട്ടുള്ളൂ. ഇനി ഒന്ന് തീ കത്തിക്കേ. ഇതപ്പോൾ മത്തങ്ങാക്കുരു, പിന്നെ കസ്കസ്, പിന്നെ എള്ള്, കറുത്ത എള്ള്. വെളുത്ത എള്ളായാലും മതി. ഇതെല്ലാം വേണമെന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ ഇടുക, അങ്ങനെ ഓർത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ഓട്സ് ഇരിപ്പില്ലേ, അപ്പോൾ ശകലം ഓട്സ് ഇടാം വേണമെങ്കിൽ. ഓട്സും ഒക്കെ ഒന്ന് നെയ്യ് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് പൊടിച്ചെടുക്കണം, തീ താത്തി. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം വറുത്ത എല്ലാ സാധനങ്ങളും ഇതൊന്ന് ചെറുതായിട്ട് തരങ്ങിയെടുക്കണം മിക്സിക്കകത്ത്. പൊടിച്ചു കളയരുത് കണ്ടമാനം. ഒന്ന് യോജിപ്പൊക്കെ വരണേ, ഒരു ശകലം ഒന്ന് നുറുങ്ങണം. അല്ലെങ്കിൽ ഈ ബദാമൊന്നും അതുപടി കിടന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. തിരിച്ച് ഇത് പൾസ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം. നമുക്ക് ഈന്തപ്പഴം ഇങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഞൊടിച്ച് അരച്ചാലും മതി. എന്നിട്ട് ഇതും കൂടി ആവശ്യമുണ്ട്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിന് മധുരം കൊടുക്കുന്നത് ഈന്തപ്പഴവും കിസ്മിസും കൂടിയാണ്. കിസ്മിസ് നമ്മളവിടെ ചതച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ കിസ്മിസും എല്ലാം കിടപ്പുണ്ട്. ഈ പരുവത്തിലേ ചതച്ചെടുക്കാവൂ. കുറച്ചൊന്ന് പൊടിഞ്ഞും കുറച്ചൊന്ന് വലുതായിട്ടും എല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പോപ്പി സീഡ്സും എള്ളും ഇത് കണ്ടോ, മത്തങ്ങാക്കുരു വെറുതെ ഇതിലോട്ട് ഇട്ടാൽ മതി. പതുക്കെ ഒന്ന് ചൂടാക്കി, ആ പാത്രം ചൂടായിരുന്നത് കൊണ്ട് അത് പാത്രത്തിലോട്ടിട്ടു, തീയില്ലാതെ ഒന്ന് ഇളക്കി, അത്രേ ആയിട്ടുള്ളൂ. ഈ ഈന്തപ്പഴം വറുത്തത് ശകലം സോഫ്റ്റാണിപ്പോൾ. അതിനെ ഇതിൻ്റെ കൂടെ ചേർത്ത്, ക്രഷ്ഡ് നട്ട്സുകളുടെ കൂടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുക. അതാണ് അടുത്ത പടി. ഈ 2 ഭാഗങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുക കൈ കൊണ്ട്. ഇത് മാത്രമേ സ്വല്പം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ഭാഗം. ഇതൊന്ന് കുഴച്ച് ചേർക്കാനാണ് ഈ ഈന്തപ്പഴം. ബാക്കി ഒന്നിനും ഒരു പ്രയാസവും ഇല്ല. കഴിക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. ഈന്തപ്പഴവും കൂടെ നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്ത് ഉരുട്ടാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും ചേർക്കാനുണ്ട്, തീർന്നിട്ടില്ല. നമുക്ക് കുറച്ച് തേനൊഴിക്കാം ഇതിലോട്ട്. ഇത് മുഴുവൻ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ തേനുണ്ട്. 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കാം. 1 ടീസ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു. നല്ല സ്മെല്ല്, ഫ്രാഗ്രൻസ് കിട്ടും ഇതിന്. അതിനാണ് ഈ തേനൂടെ ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകിൽ ജാതിക്കാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ സ്വല്പം ഏലക്കാപ്പൊടി. അത് അവനവൻ്റെ സൗകര്യം പോലെ. വേണേ ഒരു നുള്ള് ഉപ്പും കൂടെ ഇടാം. കഷ്ടിച്ച് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടു. വേണമെങ്കിൽ
2 നുള്ള് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തു. വീണ്ടും കുഴയ്ക്കുക. കുയിൽ കൂവി കേൾപ്പിക്കുന്നുണ്ട് എല്ലാവരെയും നന്നായിട്ട്. ഇനി നമുക്ക് ഏകദേശം ഒരേ വലിപ്പത്തിൽ ഉരുട്ടി വയ്ക്കാം. ഇതാണ് നമ്മളുടെ ലഡു, ഡ്രൈ ഫ്രൂട്ട് ലഡു. അപ്പോൾ ഇതൊരു പ്രോട്ടീൻ ബാറാണ് സത്യത്തിൽ. അത്രയ്ക്ക് പ്രോട്ടീൻ അടങ്ങിയ കണ്ടമാനം കയറി ഇറങ്ങി കഴിച്ചു കളയരുത്. ഒരെണ്ണം ഒരു ദിവസം എന്നുള്ള കണക്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന്, പ്രത്യേകിച്ചും കുട്ടികളും ഒരുപാട് പ്രായമായവരും വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുണ്ടാക്കി 1 വീതം ദിവസവും കൊടുക്കണം. ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. നന്ദി, നമസ്കാരം.